കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ സന്ദേശം കേട്ട് ഇന്നലെ പ്രാർത്ഥിച്ചു ഒരുപാട് രോഗികൾ സൗഖ്യമായി. അത്ഭുത സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, പരിശുദ്ധാത്മാവ് എത്ര നല്ലവനാണ്. അവൻ വളരെ ആക്റ്റീവായിട്ട് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ ദൗത്യം വളരെ വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അത്ഭുത വീര്യപ്രവൃത്തികൾ ഈ TV പ്രോഗ്രാം ഇന്നലെ കണ്ടുകൊണ്ടിരുന്നവരുടെ ജീവിതത്തിൽ ചെയ്തു. അതിൻ്റെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതിൽ വളരെ സന്തോഷം. ഇന്ന് നമുക്ക് ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി യേശുവിൽ ആശ്രയിച്ച് യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും ദൈവവചനം പറയുന്നത് പോലെ ആ വചനത്തിനനുസൃതമായി നമ്മെ കൊണ്ടുപോകും. അതിന് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും താളടിയായി പോകാൻ അവൻ സമ്മതിക്കുകയില്ല, വീണു പോകാൻ അവൻ സമ്മതിക്കുകയില്ല. നമ്മുടെ കാലൊന്നിടറിയാൽ അവൻ വന്ന് നമ്മെ താങ്ങും. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് അവൻ വളരെ സ്നേഹനിധിയായവൻ, അവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്നലെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഇന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങൾ നിന്നാൽ കർത്താവ് നിങ്ങളെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. അതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞ ഒരു വേദഭാഗം പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ നിന്നാട്ട്. ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരുവനുണ്ട്. അതാണ് പിശാച്. ഭാരമൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. കലങ്ങരുത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, കലങ്ങിയ പിന്നെ നിനക്കൊന്നും കാണാനൊക്കില്ല. ഭാരങ്ങൾ മനസ്സിലേക്ക് വരുമ്പോഴേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോണം. പരിശുദ്ധാത്മാവിൻ്റെ വെള്ളച്ചാട്ടം അങ്ങോട്ട് വിട്ടാൽ മതി. കലക്കമൊക്കെ അങ്ങ് മാറി ഹൃദയം നല്ല ക്ലിയർ ആകും. അപ്പോൾ നിനക്ക് പിടികിട്ടും ഈ പ്രതിസന്ധി നന്മയ്ക്ക. എന്നാൽ കലങ്ങിക്കിടന്നാൽ എന്ത് ചിന്തിക്കും? അയ്യോ, ഇവിടെ ഞാൻ തകരും, എല്ലാം തീരും. ഭയമായി, നിരാശയായി. അതുകൊണ്ടാണ് ദൈവവചനത്തെ വെള്ളമെന്ന് ഉപമിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ വെള്ളമെന്ന് ഉപമിച്ചിട്ടുണ്ട്. കലക്കം വരാതെ ദൈവവചനവും പരിശുദ്ധാത്മ നിറവും ഒക്കെ എങ്ങോട്ട് വിടണം? ഹൃദയത്തിലേക്ക് അഴിച്ചു വിടുമ്പോൾ ഹൃദയം എന്താവും? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവും. അപ്പം നമുക്ക് പിടികിട്ടും, ഇവൻ എന്നാ പണി കൊണ്ടുവന്നാലും എനിക്കിട്ടടിക്കത്തില്ല. കാർമേഘത്തിൻ്റെ ഉള്ളിലും അപ്പുറത്ത് മഴവില്ല് കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവമക്കൾക്കു വേണ്ടി ദൈവം കരുതിയത് കാൺമാന ആത്മാവിനെ തന്ന്. എന്തോത്തിന് ആത്മാവിനെ തന്ന്? ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു കണ്ണ്, ഒരു കണ്ണാടി കർത്താവ് നമുക്ക് തന്നിരിക്കുക. അതെന്താണെന്നറിയാമോ? ഈ ലോകത്തുള്ളവർ ഇന്നുകളെയും ചുറ്റുപാടുകളെയും കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് നോക്കിക്കാണുന്നൊരു കണ്ണ്. അതാണ് 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഓർക്കെ പറ, ഒരുക്കിയിട്ടുള്ളത്. അടുത്തിരിക്കുന്ന ആൾ പറ, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇഹലോക ജീവിതത്തിലും ഇഹലോകത്തിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും മാത്രമല്ല സ്വർഗവും ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ വായിക്കാൻ പോകും. മണവാട്ടിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിട്ട് പോലും വിളിച്ച് വിചാരിക്കാൻ പറ്റാത്ത കാര്യമാ ബ്രദറെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. വേറെടുത്ത് പറയാ, എഫേസ്യ ലേഖനത്തിൽ പറയാം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഇവിടം വരെ നടത്തിയത് അങ്ങനെയാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
പിശാചിന്റെ പണി കലക്കുകയാണ്. എന്ത് ചെയ്യാണ്? ഹൃദയം കലക്കും, സഭ കലക്കും. കലക്കത്തിന്റെ ആത്മാവാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിനക്ക് കാഴ്ച പ്രാപിപ്പാൻ എന്നോട് ലേപം വാങ്ങുവീൻ. കണ്ണിൽ എഴുതുന്ന ലേപമാ നിങ്ങൾക്കും എനിക്കും തന്ന പരിശുദ്ധാത്മാവ്. ആരും കണ്ടിട്ടില്ലാത്തത് കാണുവാൻ, ആരും കേട്ടിട്ടില്ലാത്തത് കേൾക്കുവാൻ. ഈ ദിവസങ്ങളിൽ കോട്ടയത്ത് മാത്രമല്ല, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും പറയട്ടെ, നിന്റെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നീ ജ്വലിപ്പിച്ചോണം. നീ പ്രവചിക്കാൻ പോകുകയാണ്, നീ കാര്യങ്ങൾ കാണാൻ പോകുകയാണ്, നീ പറയുന്ന നടക്കാൻ പോകുകയാണ്. നീ പറയുന്ന പോലെ നടക്കത്തുള്ളൂ. ആമേൻ. നീ എന്നോട് കാണാനുള്ള ലേപം അടുത്തിരിക്കുന്ന ആൾ പറ, അതൊക്കെ കണ്ണിൽ എഴുതണം. അതിനെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ്. എന്നാ കാരണം? എന്നാ? കണ്ണിൽ ലേപമില്ല. ഏത് ലേപം? കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരത്ഭുത ലേപം നമ്മുടെ കണ്ണിൽ എഴുതിയിരിക്കുക. നാട്ടുകാർക്ക് കാണാത്തത് നമുക്ക് കാണാം. നാട്ടുകാർ കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ മല എന്ന് പറയും. ഒരിക്കലും ഈ ലേപം കിട്ടാത്തവരോട് ചേർന്ന് വർത്തമാനം പറയുന്നു. മൊത്തത്തിൽ ടൈറ്റാ, എനിക്ക് ടൈറ്റ് വരത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എവിടെ ലേപമെന്ന് ചോദിച്ചാട്ടെ. ഇപ്പോൾ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചേ. എവിടെ? കർത്താവ് തന്ന പരിശുദ്ധാത്മാവിൻ്റെ ലേപം എവിടെ? നിരാശയുടെ വാക്കും പറഞ്ഞ്, ഭാരത്തിൻ്റെ വാക്കും പറഞ്ഞ്, വിജാതിയരെ പോലെ, നാട്ടുകാരെ പോലെ ഓരോന്നിന് പരാതിയും പറഞ്ഞ്, പിറുപിറുപ്പും പറഞ്ഞ് നടക്കാനല്ല, അതിൻ്റെ അപ്പുറം കണ്ട്, അതിൻ്റെയും അപ്പുറം കണ്ട് അത്ഭുതത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയായി ദൈവം നിന്നെ കണ്ടിരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കർത്താവ് ഒരു ഓട്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുക, ഒരു യുദ്ധത്തിൽ നമ്മളെ ആക്കിയിരിക്കുക. നമുക്കിവിടെ വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മളെ ജയാളികളാക്കാനും നമുക്ക് വേണ്ടത് നൽകാനും കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി സ്തുതിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിടത്തും നമ്മൾ ഇരുന്ന് പോകത്തില്ല. ശത്രുവിന് നമ്മളെ പിടിക്കാനൊക്കത്തില്ല. നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 2:9 മുതൽ വായിക്കുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടുമില്ല. അടുത്ത വാക്യം പറയണം, നമുക്കോ. എല്ലാവരും പറഞ്ഞ നമുക്കോ. നമ്മുടെ കാര്യം അല്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ്, നമ്മുടെ കാര്യം അല്ല കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ്, നമ്മുടെ കാര്യം വേറെയാ. നമ്മൾ വേറൊരു ജനമാ, നമ്മുടെ പ്രത്യേക കാഴ്ചയുള്ളവരാ, നമ്മുടെ കണ്ണിൽ ലേപം എഴുതിയിട്ടുണ്ട്, നമ്മൾ മുമ്പോട്ട് നോക്കി കാണുന്നവരാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ നടക്കുന്ന, ഇവിടെ നടക്കുന്ന ഒന്നിലും പതറാത്തൊരു കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകജാതികൾ കടലിൻ്റെ ഇരമ്പം കേൾക്കുമ്പോൾ, ലോക സംഭവങ്ങൾ കേൾക്കുമ്പോൾ, പത്രവാർത്ത കേൾക്കുമ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് അയ്യോ എന്ന് വെക്കുമ്പോൾ, നിങ്ങളോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ അടുത്തിരിക്കയാൽ തല ഉയർത്തി കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുന്നവരാ, ചിരിക്കുന്നവരാ. ഭാവി കാലം നോക്കി ചിരിക്കുന്ന ദൈവമക്കളാ, ആത്മാവുള്ള ദൈവത്തിൻ്റെ മക്കൾ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവഹൃദയത്തിലുള്ള പദ്ധതികൾ ആത്മാവ് ആരാഞ്ഞ് മനസ്സിലാക്കി തരും. അടുത്ത വാക്യം, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. അടുത്ത വാക്യം, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അടുത്ത വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാമോ എല്ലാവരും പറഞ്ഞ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അടുത്തിരിക്കുന്നവൻ ലോകക്കാരുടെ കൂടെ സംസാരിക്കരുത്, വിജാതിയരെ പോലെ ചിന്തിക്കരുത്, ഭാരപ്പെടരുത്. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. ദൈവം നമുക്ക് നൽകാൻ പോവും അല്ല ഇനി ഒന്നും. നൽകിയത് പറഞ്ഞാട്ടെ, നൽകിയത് പറഞ്ഞാട്ടെ, നൽകിയത് അറിയുവാനായി. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നൽകി കഴിഞ്ഞു. സോളിഡായിട്ട് നമ്മുടെ കയ്യിലല്ലത് ഇരിക്കുന്നത്, ആത്മമണ്ഡലത്തിൽ അത് കാണുന്നവരാ ദൈവമക്കൾ. അവര് പതറില്ല, അവര് കരയില്ല,
അവരുടെ വാഗ്ദത്തങ്ങൾ തന്നെ മതി അവർക്ക് ഉറപ്പ്. ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, തൻ്റെ അകത്തിരിക്കുന്നത് കാണുന്ന ഒരു ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്തിരിക്കുക? ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മക്കളെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞ വാക്യമാണ്, പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്യമാണ്. ഒരു മണവാളൻ മണവാട്ടിക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്ഥലമൊരുക്കാൻ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഈ ലോകത്തിൽ സംഭവങ്ങളുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യാൻ അനുവദിക്കരുത്? ഉടനെ ദൈവവചനമാകുന്ന വെള്ളം പ്രവേശിപ്പിച്ചോണം. ദൈവാത്മാവിനെ ഒരു ഭാരമൊക്കെ വരും, അരിശമൊക്കെ വരും, പക്ഷെ കലങ്ങരുത്. കലങ്ങിയാൽ സാത്താൻ അവിടെ പ്രവർത്തിക്കും. നിനക്ക് ഭാവി പിന്നെ കാണാനൊക്കില്ല, കലക്ക വെള്ളത്തിൽ ഒന്നും കാണാനൊക്കില്ല, ക്ലാരിറ്റി പോകും, നീ ആദ്യം അന്താളിപ്പിലാകും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പറഞ്ഞ കാര്യം ബിലീവ് ചെയ്തേ. അടുത്ത വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. യേശു കർത്താവ് പോകുമ്പോൾ പുനരുത്ഥാനം ചെയ്ത ശേഷം 40 രാവും 40 പകലും തൻ്റെ മക്കളുടെ കൂടെ ആയിരുന്ന ശേഷം സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ ഒരു മേഘം കർത്താവിനെ മൂടി. അവിടെ നിന്ന് 2 ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പുതിയ നിയമത്തിലെ എല്ലാ ലേഖനങ്ങളിലും, പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ എല്ലാ അധ്യായവും അവസാനിക്കുന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. ഈ ബൈബിൾ അവസാനിക്കുന്നത്, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് അവിടെ അവസാനിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ഭാവിയിലേക്ക് കാണുന്നവരാ, നിത്യജീവനെ പിടിക്കുന്നവരാ. എല്ലാ ദൈവമക്കളും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ, ഇന്നാണോ നീ എന്നെ ചേർക്കാൻ വരുന്ന ദിവസം? ഞാൻ പലപ്പോഴും ഒരു കാര്യം ഗ്രഹിച്ചത്, ദൈവമക്കൾ അവരുടെ ജീവിത ക്ലേശങ്ങളിൽ ഇങ്ങനെ ഭാരപ്പെട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഇടവില്ലാതെ ആയിപ്പോകുന്നുണ്ട്. ആദിമകാല വിശ്വാസികൾ അന്ന് വലിയ പീഡനങ്ങളും എതിർപ്പുകളും കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഭവനങ്ങളിൽ നിന്നൊക്കെ ഇറക്കി. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദൈവദാസൻ എപ്പോഴും എങ്ങനെയെങ്കിലും കർത്താവൊന്ന് വന്നാൽ മതി, വേറെ ഒന്നിലും അവർക്ക് ചിന്തകളില്ല. അങ്ങനെ എല്ലാവരും തള്ളിക്കളഞ്ഞു, വലിയ പട്ടിണിയും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ കർത്താവ് വരും, ഇന്നായിരിക്കും കർത്താവ് വരുന്നത് എന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു ഇരമ്പൽ ശബ്ദം കേട്ട്, യോ കർത്താവ് വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഓടി വീടിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പ്ലെയിൻ പറന്നു പോയ ഇരമ്പൽ ശബ്ദമാണ് കേട്ടത്. തനിക്ക് സങ്കടമായി, കർത്താവ് വന്നില്ലല്ലോ, എനിക്ക് പോകാമായിരുന്നു. തൻ്റെ വീട്ടുകാരെല്ലാം തന്നെ തള്ളി, നാട്ടുകാരെല്ലാം തന്നെ തള്ളി, തനിക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ലാത്തൊരു സ്ഥിതിയിലും വിശ്വാസം വിടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ താൻ എഴുതിയ പാട്ടാണ്, പരനേ നിന്നെ കാൺമാ എനിക്കധികം കൊതിയുണ്ട്. അതുപോലെ കാണാൻ കൊതിയോടെ ഞാൻ എല്ലാ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ, ഓരോ ദിവസവും നമ്മുടെ മനസ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, കർത്താവ് വരാറായി. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:4 മുതൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതാണ് ഇന്നത്തെ സന്ദേശം. പക്ഷേ അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വിശ്വാസികളെ കണ്ടപ്പോൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നടന്നോ എന്നല്ല ചോദിച്ചേ, പിന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അത് പ്രാപിച്ചാൽ അതിൻ്റെ കൂടെ സകലവുമുണ്ട്. വീണ്ടും വായിക്കാം, മത്തായി 6:31 മുതൽ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അടുത്ത വാക്യം, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്
ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കേണ്ട, പ്ലാൻ ചെയ്യേണ്ടെന്നല്ല. ആകുല ചിന്തപ്പെടരുത്. അടുത്ത വാക്യം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും ആ രാജ്യം എന്നതിനകത്ത് കർത്താവിൻ്റെ വരവുണ്ട്, നിത്യസ്വർഗമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ ഈ ലോകത്ത് ദൈവരാജ്യമാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അന്വേഷിച്ചാട്ടെ. വായിച്ച റോമർ 14:17 വായിക്കുമ്പോൾ എന്താണ് ദൈവരാജ്യം? അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതമാണ്. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. വായിക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലചിത്തരാകാതെ, ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വന്നത് ശൗല് വന്നതുപോലെ ഒരു കഴുതയെ അന്വേഷിച്ചായിരിക്കും. പക്ഷേ അനേക കുതിരകളുടെ, അനേക പടക്കൂട്ടങ്ങളുടെ രാജ്യത്തിൻ്റെ യജമാനനായ ഒരു രാജാവായിട്ടാണ് നിന്നെ അഭിഷേകം ചെയ്തത്. ശൗലിനെ ശമൂവേലിൻ്റെ തൈലക്കൊമ്പിലെ ആ ഒലിവ് തൈലമോ അതുകൊണ്ട് അഭിഷേകം ചെയ്തെങ്കിൽ, എന്നെയും നിങ്ങളെ അഭിഷേകം ചെയ്തത് ശമൂവേലിൻ്റെ തൈലക്കൊമ്പിലെ ഒലിവെണ്ണ ഒഴിച്ചല്ല. എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നമ്മുടെ മേൽ ഒഴുകിയത് യേശു സ്വർഗത്തിൽ നിന്ന് വാങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത തൈലമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. രാജകീയ അഭിഷേകമാണ് ദൈവം നമുക്ക് തന്നത്. ആ അഭിഷേകത്തിൽ നിറയാത്തവർ നിറയണം, നിറഞ്ഞവർ അതിൽ എന്നും പ്രാക്ടീസ് ചെയ്യണം. പൗലോസ് പറയാണ്, ഞാൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരിക്കും. ഞാൻ ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ടും പാടും. ഞാൻ ആത്മാവുകൊണ്ട് സ്തോത്രം ചെയ്യും, ബുദ്ധി കൊണ്ട് സ്തോത്രം ചെയ്യും. ആത്മനിറവിന് വില കൊടുക്കണം, ആത്മാവിൽ നിറയണം, അങ്ങനെ ജീവിക്കണം. ഈ ലോകത്തിൻ്റെ ഖേദങ്ങളെല്ലാം തിരഞ്ഞലഞ്ഞ് ഭാരപ്പെട്ട അയ്യോ പൊത്തോ വെച്ച് ജീവിക്കുകയല്ല. ആത്മനിറവിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി അഭിഷേകത്തിൽ നിറഞ്ഞ് ഒന്ന് ജീവിച്ച് നോക്കിക്കേ. ഈ ഓട്ടക്കളത്തിൽ നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് നിനക്ക് ദാനമായി പുറകെ വന്നുകൊണ്ടിരിക്കും. ആത്മനിറവിൽ, എല്ലാവരും പറഞ്ഞേ ആത്മനിറവിൽ. ദൈവത്തിൻ്റെ മക്കളെ, ആത്മാവിൻ്റെ പല അനുഭവങ്ങളുണ്ട്. ഒന്ന്, ആത്മാവിൽ ജനിക്കുക. വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മളെല്ലാം ആത്മാവിൽ ജനിച്ചു. എന്നാൽ ആത്മാവിൽ ജനനം കൊണ്ട് നിൽക്കരുത്. അതെ, പരിശുദ്ധാത്മാവിനാണ് എല്ലാവരും ജനിച്ചത്. എന്നാൽ ആത്മാവിൽ ജനിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. യേശുവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് വന്നു. എന്നാൽ നിങ്ങളെ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങളല്ല പിന്നെ നടക്കുന്നത്, നിങ്ങളൊരു അഭിഷേകത്തിൻ്റെ കുടക്കീഴിലായിരിക്കും നടക്കുന്നത്. നിങ്ങളല്ല പിന്നെ ജീവിക്കുന്നത്, ഒരു അഭിഷിക്തനായിരിക്കും ജീവിക്കുന്നത്. നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കത്തില്ല, നിൻ്റെ അകത്തൊരു ജയാളി ഇരിപ്പുണ്ട്. അഭിഷേകത്തിൻ്റെ പുതപ്പിട്ടുകൊണ്ട് വേണം, അഭിഷേകത്തിൻ്റെ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ദൈവമക്കൾ സഞ്ചരിക്കുവാൻ. ഹല്ലേലൂയ. സ്തുതി എന്ന മേലാട നിന്റെ നാവിലുണ്ടായിരിക്കട്ടെ. എല്ലാ അധരങ്ങളും എടുത്ത് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ, സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. യേശു ആത്മാവിനാലാണ് ജനിച്ചത്, അല്ലേ? ആത്മാവിനാലല്ലേ ജനിച്ചത്? മറിയുടെ ഉദരത്തിൽ ആത്മാവിനാൽ ജനിച്ച യേശു, നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടു. തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു, അവൻ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഉറക്കപ്പറ, ആത്മാവ് നിറഞ്ഞു. ആത്മാവിൽ ജനിച്ചവൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഉറക്കെ പറഞ്ഞാട്ടെ, ആത്മാവിൽ നിറഞ്ഞു. ഉറക്കെ പറഞ്ഞ, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ എന്ത് ചെയ്തു? ഉറക്കെ പറ. അങ്ങനെയാണെങ്കിൽ തൻ്റെ ജീവിതം മുഴുവൻ എങ്ങനെ താൻ നയിച്ചത്? ആത്മനിറവിൽ. എങ്ങനെ നയിച്ചത്? ഉറക്കെ പറഞ്ഞാട്ടെ. ആത്മാവിൽ നിറഞ്ഞ കർത്താവ് ദൈവസന്നിധിയിൽ പോയി ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മശക്തിയോടെ തൻ്റെ ദൗത്യത്തിലേക്ക് വന്നു. ഉറക്കെ പറഞ്ഞ, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറഞ്ഞവൻ ദൗത്യങ്ങൾ ചെയ്യുവാനായി ആത്മാവിൻ്റെ ശക്തിയാൽ നിറയണം. ഒരു വിഷയവും നിന്നെ തൊടത്തില്ല, ഒരു പ്രതിസന്ധിയും നിന്നെ തൊടത്തില്ല. ആത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ഇന്ന് പകലും നിറഞ്ഞാൽ മാത്രം മതി. നിന്റെ ഭാരമെല്ലാം മറക്കുന്ന, ആത്മലഹരിയിലാകുന്ന, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ.
ദൈവമക്കൾ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നത് അവരുടെ പ്രശ്നം കൊണ്ടല്ല, പ്രശ്നത്തെ കവിയുന്ന പരിശുദ്ധാത്മാവിൽ നിറയാത്തത് കൊണ്ട്. 100,000 പ്രശ്നങ്ങളുള്ള തുള്ളിച്ചാടി നടക്കുന്ന ആത്മാവർ നിറവുള്ള ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രശ്നത്തിൽ താളടി പോലെ വാടി പരാതി പറഞ്ഞു നടക്കുന്ന ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയ ആത്മാഭിഷേകം ഉപയോഗിക്കുന്നില്ല. Be filled with the Holy Spirit. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ടില്ലേ? കർത്താവ് എന്ത് നല്ലവനാ! പരിശുദ്ധാത്മാവിൻ്റെ ആ പദ്ധതി എത്ര വലുതാ! പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, നമ്മുടെ കൂടെ വരുമ്പോൾ അവൻ നമ്മെ കൈപിടിച്ച് വഴി നടത്തുന്നത് എത്ര മനോഹരമായിട്ടാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പല രോഗികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്, പല ആവശ്യങ്ങളുമായിട്ട് ഉള്ളവർ എന്നെ കേൾക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. മക്കൾ വീട് വിട്ടു പോയിട്ട്, മാതാപിതാക്കളുമായിട്ട് പിണങ്ങിയിട്ട് വീട് വിട്ടു പോയി അതിൽ വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ മടങ്ങിവരവിന് വേണ്ടി, അവരുടെ ഒരു വിളി, ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടരികിൽ ആ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എൻ്റെ ഉള്ളിൽ, എൻ്റെ അരികിൽ ആത്മാവുണ്ട്. അപ്പോൾ തന്നെ അവൻ ലോകമെമ്പാടും അവൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഇടപെടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ അവർ വിളിക്കും, നിങ്ങളുടെ അരികിലേക്ക് അവർ മടങ്ങി വരും, അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യം വരും, അവർ മാനസാന്തരപ്പെടും. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളങ്ങളോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. തിരുത്തേണ്ടത് എവിടെയാണെന്നുള്ളത് കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനൊന്ന് തയ്യാറായാൽ മതി. അതും കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്തോത്രം, രോഗികളായിട്ടുള്ളവർ കാലിൻ്റെ ഉപ്പൂറ്റി ചതഞ്ഞതുപോലെ വേദനയാൽ ഭാരപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിൽ ചിലരെന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ച് ഭാരപ്പെടുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. തിമിരം ബാധിച്ച് കാറ്ററാക്റ്റ് മൂലം കാഴ്ച മങ്ങിയവരുണ്ട്. അതുപോലെ ഡയബറ്റീസ് മൂലം കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിച്ച വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ വെള്ളെഴുത്തുള്ളവർ, ഷോർട്ട് സൈറ്റ് ബാധിച്ചവർ, സ്പെറിക്കൽ വിഷൻ, സ്പ്ലിറ്റ് വിഷൻ, അങ്ങനെയുള്ള പലവിധ കാഴ്ച തകരാറുകൾ ഇന്ന് എന്നെ കർത്താവ് കാണിക്കുന്നു. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. വെള്ളെഴുത്തിനെ കർത്താവ് മാറ്റിത്തരും. അതുപോലെ തന്നെ കാഴ്ച തകരാറുകൾ കർത്താവ് മാറ്റും. അതുപോലെ കേൾവി സംബന്ധമായി, ചെവി സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, ഇൻഫെക്ഷൻ, ചെവിയിൽ ഇൻഫെക്ഷനായിട്ടുള്ളവരുണ്ട്. കേൾക്കാൻ ബുദ്ധിമുട്ട്, കേൾവി മങ്ങിപ്പോയവരുണ്ട്. അതുപോലെ പല പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ, അതുപോലെ ചെവിക്ക് ഒരു പരിക്ക് പറ്റി, ചെവിക്ക് അകത്ത് ഡയഫ്രമിന് ഹോൾ വീണിട്ട് കേൾവി പോയത്, കേൾവി നഷ്ടപ്പെട്ടു പോയി, ഏകദേശം 100% തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലിരുന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവ് ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. നിങ്ങളുടെ ചെവിയെ കർത്താവ് തുറക്കും. ആ ഡയഫ്രം പുതുതായി കർത്താവ് സൃഷ്ടിച്ചു തരും. അവൻ പുതുതായി സൃഷ്ടിക്കുന്നവനാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ചില വീസകളെ കർത്താവ് വിളിച്ചു വരുത്തുന്നുണ്ട്. വീസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കണ്ണുകൾക്ക് തകരാറ് വന്ന, കാഴ്ചയ്ക്ക് മങ്ങൽ വന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കാറ്ററാക്റ്റ് അപ്രത്യക്ഷമായി പോട്ടെ. ആ തിമിരത്തിൻ്റെ പാട ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി കണ്ണുകൾ തുറന്നു വരട്ടെ. വെള്ളെഴുത്തുകൾ മാറിപ്പോകട്ടെ. ഷോർട്ട് സൈറ്റ് മാറട്ടെ. സ്പ്ലിറ്റ് വിഷൻ, സ്ഫെറിക്കൽ വിഷൻ, അങ്ങനെയുള്ള ആ തകരാറുകളെല്ലാം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ കണ്ണുകൾ തുറന്നു വരട്ടെ. അന്ധത മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബധിരത മാറട്ടെ. ചെവികൾ സൗഖ്യമാകട്ടെ. ചെവിയുടെ ഡയഫ്രം, അത് ഹോള് വീണ ഡയഫ്രം, അത് മാറി പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ചെവികൾ തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവ് ദാനമായി തന്നെ അധികാരത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ഇപ്പോൾ തന്നെ എല്ലാ കാലിൻ്റെ ഉപ്പൂറ്റി ചതഞ്ഞതുപോലെയുള്ള വേദന മാറട്ടെ. ഇടുപ്പല്ലിൽ വേദനയായിട്ട്, ഇടുപ്പിന് വേദനയായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ, നട്ടെല്ലിന് വേദന, നടുവേദന ആയിട്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടെല്ലിന് സമീപം എന്തോ ഒരു വസ്തു തുളച്ച് കയറിയിട്ട് നട്ടെല്ലിന് വേദനയായിട്ട് ഭാരപ്പെടുന്നൊരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു പരിക്ക് പറ്റി, അപകടം പറ്റി, അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ല. അത് വളരെ
റിസ്ക്കിയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു വസ്തു നട്ടലിനോട് ചേർന്ന് നിൽക്കുന്നു. അത് വളരെയധികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റുവാൻ നിർവാഹമില്ല. അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഫോറിൻ ബോഡി ശരീരം വിട്ട് വെളിയിൽ വരട്ടെ. ഇപ്പോൾ തന്നെ അത് അത്ഭുതം സംഭവിക്കട്ടെ, വേദന മാറിപ്പോകട്ടെ, ആ രോഗബന്ധനം അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. പിതാവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൽ സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ പകർന്നിരിക്കാൽ വീസാകളെ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മക്കളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അവർ തിരിച്ചു വിളിക്കുവാൻ, മാതാപിതാക്കളെ വിളിക്കുവാൻ അവിടുന്ന് ഇടയാക്കണം. അവർ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. അത്ഭുതം നടന്നിരിക്കാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കും. ആ ഫോൺ കോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അരികിൽ വരും. മക്കൾ വിളിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞു. അതുപോലെ രോഗികൾ സൗഖ്യമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ സാക്ഷ്യം ഞങ്ങളെ കൂടെ വിളിച്ചറിയിക്കണം. അതുകൊണ്ട് വിളിക്കാൻ മടി കാണിക്കേണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.